വി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ആ ചർച്ചയ്ക്കൊടുവിൽ ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ കുറേയധികം കാര്യങ്ങൾ വാട്ട് നെക്സ്റ്റ് എന്നതിൽ ചില ക്ലാരിറ്റി, അതോടൊപ്പം നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകളിൽ കേട്ട വാർത്തകളിൽ ഒക്കെയുള്ള കുറേയധികം സ്ഥിരീകരണങ്ങൾ കൂടി ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പിൽ. ദിലീപ് കുമാർ. ഹാഷ്മി, ഡൽഹിയിൽ പ്രധാനപ്പെട്ട നിരവധി ചർച്ചകളാണ് നടക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം 3 സൈനിക മേധാവികളുമായും ചർച്ച നടത്തി. ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ ഈ ചർച്ചയിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അനിൽ കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ എന്നിവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം അദ്ദേഹം DRDO, ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സംവിധാനമായ DRDO തന്നെ വികസിപ്പിച്ച നിരവധി ആയുധങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. DRDOയുടെ ഡയറക്ടർ ഡോക്ടർ സമീർ വി കാമത്ത് എന്നിവരുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. ഇതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും. പ്രധാനമന്ത്രി തന്നെ ഇന്നലെ രാത്രി മുഴുവൻ ഈ ഇന്ത്യയുടെ വ്യോമാക്രമണം അത് തത്സമയം അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇതൊക്കെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ ഈ ചർച്ചകൾക്കൊക്കെ ശേഷം കാണും. അതേസമയം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള അർദ്ധസൈനിക വിഭാഗങ്ങൾ അവയുടെ തലവന്മാരുമായി ചർച്ച നടത്തി. നേരത്തെ BSFിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന CISFിൻ്റെയും ഡയറക്ടർ ജനറൽമാരുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. വിമാനത്താവളങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ട സുരക്ഷയെക്കുറിച്ചാണ് CISFിൻ്റെ മേധാവിയുമായി സംസാരിച്ചത്. BSFിൻ്റെ മേധാവിയുമായി അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത, കൂടുതൽ വിന്യാസം, ഇതൊക്കെ സംബന്ധിച്ച് BSFിൻ്റെ മേധാവിയുമായി ചർച്ച നടത്തി. അതിനുശേഷം അദ്ദേഹം CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സഹസ്ത്ര സീമാ ബൽ, അങ്ങനെ ഈ അർദ്ധസൈനിക വിഭാഗങ്ങൾ, RPF, റെയിൽവേ സുരക്ഷാ സേന, ഇത്തരം അർദ്ധസൈനിക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പോലീസ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചർച്ച നടത്തി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടായേക്കും. വൈകിട്ടോടുകൂടിയായിരിക്കും ഈ വാർത്താ സമ്മേളനം ഉണ്ടാവുക. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം തന്നെ ഈ സൈനിക നീക്കങ്ങൾ വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നേരിട്ട 2 ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി.